ഉദരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. എന്നെ നയിക്കും പോലൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തിപ്പടരണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ വക്കോള് നിറച്ചു. അത് പകർന്നു കൊടുത്ത കലവറക്കാരൻ മണവാളിനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. തൻ്റെ അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അവൻ്റെ അത്ഭുതം. അഭിഷേക നിറവിൻ്റെ ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബം അഭിഷേകമുള്ള ഒരു കുടുംബമാവുക. നമുക്കറിയാം, വീട് മോശമായാൽ നാട് മോശമാവും, വീട് നന്നായാൽ ലോകം നന്നാവും. ഒരുപാട് ലോകം നന്നാക്കി നടക്കുന്ന പലരെയും അച്ഛനറിയാം, കുടുംബം കുളം തോണ്ടിയ കുടുംബങ്ങളാണ്. നാട്ടിൽ ഭയങ്കര വിശുദ്ധാത്മാക്കളും പുണ്യാത്മാക്കളും പ്രേക്ഷിതരും ഒക്കെയാണ്. പക്ഷെ ദാമ്പത്യത്തിൽ മുതുപിശാചിൻ്റെ സ്വഭാവം കാണിക്കുന്ന പെമ്പർനോത്തി ഭർത്താവ്. ആർക്കു വേണ്ടിയുള്ള ധ്യാനമാ, ആർക്കു വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാ, ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷകളാ അങ്ങനെയുള്ളവർ നടത്തുക. അപ്പം അങ്ങനെയുള്ള ലോകത്താണ് പറയുക, ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ജീവിക്കുന്ന കുടുംബത്തിൽ അന്തസ്സുള്ള ഭർത്താവുക, മാന്യതയുള്ള ഭാര്യയാവുക, അഭിമാനമുള്ള അപ്പനാവുക, പ്രാർത്ഥനയുള്ള അമ്മയാവുക. അതിനപ്പുറത്ത് ഒരു കൂതാശയും ഒരു പ്രാർത്ഥനയ്ക്കും ഫലമില്ലെന്നും ഓർക്കുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതേത് ജീവിതാന്തസ്ഥാണെങ്കിലും
എവിടെ നമ്മളാണോ അത് വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധമായത് വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരെന്ന് വിളിക്കപ്പെടും എന്നാണ് പറയുക. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു കുടുംബം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകം എടുക്കുമ്പോൾ മുഴുവൻ കുടുംബങ്ങളുടെ ചരിത്രമാണ്. 5 കുടുംബങ്ങളുടെ ചരിത്രമാണ് വേദപുസ്തകം. 1, ത്രിത്വം എന്ന കുടുംബം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിൻ്റെ ത്രിത്വം എന്ന കുടുംബം. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുന്നു നമുക്ക് നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കാം. ആദ്യമെല്ലാം ഉണ്ടാകട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ത്രിത്വത്തിൻ്റെ ഛായയിലാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, നമുക്ക് നമ്മുടെ ഛായയിൽ. ഒന്നാമത്തെ കുടുംബം ത്രിത്വത്തിൻ്റെ കുടുംബമാണ്. രണ്ടാമത്തെ കുടുംബം ഏദനിലെ കുടുംബമാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാത്ത മനുഷ്യൻ എങ്ങനെ തകരും തളരുമെന്ന് സൂചിപ്പിക്കുന്ന ഏദനിലെ കുടുംബം ആദം, ഹവ്വ, കായേൻ, ആബേൽ. മൂന്നാമത്തെ കുടുംബം നസസിലെ കുടുംബമാണ്. യോസേപ്പ് പിതാവും മാതാവും യേശുവും അടങ്ങുന്ന നസസിലെ കുടുംബം. 4, മണവാട്ടി സഭയിൽ മണവാളൻ ക്രിസ്തു തൻ്റെ മക്കളെ ജനിപ്പിക്കുന്ന തിരുസഭ എന്ന കുടുംബമാണ്. മണവാട്ടി സഭയിൽ മണവാളൻ ക്രിസ്തു തൻ്റെ സന്താനങ്ങളെ ജനിപ്പിക്കുന്ന തിരുസഭ എന്ന കുടുംബമാണ്. 5, വെളിപാട് പുസ്തകത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ശുദ്ധിമാന്മാരും ശുദ്ധിമതികളുമായ വിശുദ്ധരുടെ സ്വർഗത്തിലെ കുടുംബം. 5 കുടുംബങ്ങൾ. ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്ന ത്രിത്വത്തിൻ്റെ കുടുംബം, ഏദനിലെ കുടുംബം, നസസിലെ കുടുംബം, തിരുസഭ എന്ന കുടുംബം, സ്വർഗീയ ജെറുസലേം എന്ന കുടുംബം. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്നൊക്കെ നമ്മൾ പറയുക. എവിടെയാണോ ഇന്ന് ദൈവം തന്നിരിക്കുന്ന കുടുംബത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. ആദ്യമായിട്ട് ദൈവം ലോകത്ത് സ്ഥാപിച്ച സംവിധാനം കുടുംബമാണ്. മെത്രാനും അച്ഛനും സിസ്റ്ററും ഒക്കെ ദാമ്പത്യത്തിന് ശേഷമാണ്. ഒന്നാമത്തെ ഉടമ്പടി വിവാഹമാണ്. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഉള്ളൂ, അതില്ല വേറെ ഒന്നുമില്ല. ഉൽപ്പത്തി 2:23 ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞ മോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം. ഇതാണ് ഒന്നാമത്തെ ഉടമ്പടി വാക്ക്. ഉൽപ്പത്തി 2:23. ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛ കുടുംബത്തിൻ്റെ സ്നേഹവും ഭർത്താവും ഒത്തുള്ള ജീവിതമൊക്കെ നിർത്തി ഇനി ശിഷ്ടകാലം മുഴുവൻ മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കാൻ പോവുക. ഏത് മിശിഹായാന്ന്? ദമ്പുരാന് മാത്രമേ. അങ്ങനെ മിശിഹായില്ല. ഭർത്താവ് ഒത്ത് ജീവിക്കാത്ത വിമർത്തി എവിടുത്തെ മിശിഹ? ചില ആണുങ്ങൾ പറയും, ഓ ദാമ്പത്യം എല്ലാം വിട്ടു, തമ്പുരാന് വേണ്ടി ജീവിക്കുക. ഏത് തമ്പുരാന് വേണ്ടി? ഒടേ തമ്പുരാന് വേണ്ടിയൊന്നുമല്ല, അത് ഭൂമിയിലല്ല, മറ്റേതോ തമ്പുരാട്ടിമാർക്ക് വേണ്ടി ജീവിക്കുന്നതാ. ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് ഉടമ്പടിയുടെ ജീവിതമാണ്. അത് വിശുദ്ധിയോടെ ജീവിക്കുക. വിവാഹത്തിൽ പ്രവേശിച്ചിട്ട് വിവാഹബന്ധം വേണ്ട, പുണ്യം മതി എന്ന് പറയുന്നത് പാപിയാണ്, അത് പാപമാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചോണം. ഇപ്പൊ ചിലങ്ങനെ നിശ്ചിത പ്രായം കഴിയുമ്പോൾ ചുമ്മാ ഭക്തിയുടെ കള്ള കവറ് വിട്ടുകൊണ്ട് വിവാഹം തിന്മ എന്ന് പറഞ്ഞ് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഒക്കെ പൊട്ട ദമ്പതിമാരെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് പറയുക ഉൽപ്പത്തി 2:23 ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീ. അവിടെ പറഞ്ഞു നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥി, നീ എൻ്റെ മാംസത്തിൻ്റെ മാംസം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഉടമ്പടിയാണ് ദൈവം സ്ഥാപിച്ചത്. ഒന്നാമത്തെ ഉടമ്പടി വിവാഹത്തിൻ്റെ ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 6 ദൈവവും നോഹയും തമ്മിൽ. മൂന്നാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും തമ്മിൽ. 3 ഉടമ്പടികൾ ദൈവം സ്ഥാപിച്ചു. ആദ്യ ഉടമ്പടി വിവാഹം. വിവാഹ ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല. ചില ഭാര്യാഭർത്താക്കന്മാർ കാരിസ്വാമിലെ കൺവെൻഷൻ കഴിഞ്ഞ് വണ്ടിയെ കയറി പോകുന്ന കണ്ടാത്തൊന്നും ഇതാണ് ഗബ്രിയേൽ മാലാഖയും ഇളയ പെങ്ങളും. വീട്ടിൽ ചെന്ന് കയറുമ്പോഴറിയാം ഇതാണ് ലൂസിഫറും ബെർസബൂലിൻ്റെ മൂത്ത പുത്രിയും. ദൂരെന്ന് കാണുന്നതല്ലോ അകത്തെ ജീവിതങ്ങൾ, പുറത്തുനിന്ന് കാണുന്നതല്ല. ഒരാൾ ഡോക്ടറെ സമീപിച്ചു, ഡോക്ടർ ദീർഘകാലം ജീവിക്കാനുള്ള ഒരു മരുന്ന് പറയാവൂ. ഡോക്ടർ പറഞ്ഞു കല്യാണം കഴിച്ചാൽ മതി. അപ്പം ഇയാൾ ചോദിച്ചു കല്യാണം കഴിച്ചാൽ ദീർഘായുസ് ഉണ്ടാവുമോ? ഡോക്ടർ പറഞ്ഞു ഇല്ല, പിന്നെ ആ ആഗ്രഹം അന്നോടെ തീർന്നു പോയിക്കോളും. ഇതാണ് ഇപ്പൊ ദൈവം തന്ന ഒരു കുടുംബം. എളുപ്പമല്ലല്ലോ. വിവാഹത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഭർത്താവിനോട് ചോദിച്ചു 50 വർഷം ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഭർത്താവ് പറഞ്ഞു 25ാം വർഷത്തിൽ ഇവള് പറഞ്ഞു എനിക്ക് ഊട്ടി കാണണം. ഞാൻ കൊണ്ടുപോയി അവളെ ഊട്ടി കാണിച്ചു. അത് 25ാം വർഷത്തിൽ. ഇപ്പൊ 50 ആയല്ലോ. സത്യം പറയാമല്ലോ, 50ാം വർഷത്തിൽ ഞാൻ പോയി അവളെ ഊട്ടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോന്നു. അങ്ങനെയാണ് 50 വർഷങ്ങൾ. ഇപ്പം എളുപ്പമല്ല ജീവിതം. അതിൻ്റെ കൊച്ചു കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്ക്. അവിടെയാണ് ജീവിതത്തിന് വിശുദ്ധി.
ഇവിടെയാണ് നമ്മൾ കാണുക യോഹന്നാൻ 2. പിതാവായ ദൈവം ആദ്യം ലോകത്ത് വിവാഹത്തിന്റെ ബന്ധം സ്ഥാപിച്ചെങ്കിൽ പുത്രനായ യേശു തമ്പുരാൻ ആദ്യം ആശീർവദിച്ചതും വിവാഹത്തെയാണ്. തന്റെ 30 വർഷത്തെ പരസ്യ ജീവിതം അവസാനിപ്പിച്ച് 3 വർഷം നീണ്ടു നിൽക്കുന്ന 30 വർഷത്തെ രഹസ്യ ജീവിതത്തിന് ശേഷം മാമോദീസ സ്വീകരിച്ച് 3 വർഷത്തിന്റെ പരസ്യ ജീവിതത്തിലേക്ക് ക്രിസ്തു പ്രവേശിക്കുന്നത് വിവാഹത്തെ ആശീർവദിച്ചുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നു. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. 3 എന്ന് പറയുന്നതൊക്കെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ഈട് കാണിക്കാനാണ് 3, ഒരു ഉറപ്പ് കാണിക്കാനാണ് 3. എവിടെയെല്ലാം 3ന്റെ അക്കം ഉണ്ടോ അവിടെയൊക്കെ പ്രത്യേകതയുണ്ട്. മോശ സീനായ് മല കയറിയതിന്റെ 3-ാം ദിവസമാണ് ദൈവപ്രമാണം കിട്ടിത്തുടങ്ങിയത്. യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ 3 നാൾ കിടന്നു. യേശു പറഞ്ഞു, ദേവാലയം തകർത്താൽ 3-ാം ദിവസം ഞാനിത് പുനരുദ്ധരിക്കും. യേശുവിന്റെ കൂട്ടത്തിൽ 3 ശിഷ്യന്മാർ നടന്നു. യേശു ഏറ്റവും അടുത്തിടപെട്ടതും 3 പേരുള്ള ഒരു കുടുംബമാണ്. മത്ത, മറിയം, ലാസർ, ബെഥനിയായിലെ കുടുംബം. തന്നെയുമല്ല, യേശുവിന്റെ ജീവിതത്തിൽ 12-ാം വയസ്സ് മുതൽ 33-ാം വയസ്സ് വരെ ഒരു 3ന്റെ നിഴല് കാണാം. 12-ാം വയസ്സിൽ അവനെ 3 നാൾ ദേവാലയത്തിൽ കാണാതെ പോയി. ജീവിതാവസാനത്തിലും അവനെ 3 നാൾ കാണാതെ പോയി. ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ് വരെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു 3ന്റെ മഴവില്ലുണ്ട്. അതുകൊണ്ടാണ് എവിടെയെല്ലാം ക്രൈസ്തവ സ്വാധീനമുണ്ടോ അവിടെയൊക്കെ ലേലം വിളി 1 തരം, 2 തരം, 3 തരം എന്നാണ്. 3 ഉറപ്പാണ്. 3-ാം ദിവസം വിവാഹത്തിന് ഉറപ്പ് കൊടുക്കുന്ന 3-ാം ദിവസം വിവാഹത്തിന് കൊണ്ട് 3 പ്രാവശ്യത്തെ ചോദ്യം. ആദ്യം പെണ്ണ് കാണാൻ ചെന്നപ്പം ഏതോ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ അതിരമ്പുഴക്കാരിയെ കട്ടുകൊണ്ട് പോയതല്ല കല്യാണം. ഏതോ ഒരു അതിരമ്പുഴക്കാരൻ പോയി ഒരു വെട്ടിമുള്ളുകാരിയെ പൊക്കിയിട്ട് വന്നതല്ല കല്യാണം. അന്തസ്സായിട്ട് 3 പ്രാവശ്യം ചോദിച്ചിട്ടാ. ആദ്യം പെണ്ണ് കാണാൻ ചെന്നപ്പോൾ, പൊന്നുമോനെ പാപ്പച്ച, ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കാണും. അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഉണക്കപ്പാമ്പാട് പോലെ ഇങ്ങനെ ഏലിയാമ്മേ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. ഏലിയാമ്മേ ഒരുപാട് പുരുഷന്മാരെ കാണും. അതിലൊക്കെ ഉപരി കൊടക്കമ്പ് പോലെ വളർന്നിരിക്കുന്ന ഈ പാപ്പച്ചനെ നീ സ്നേഹിക്കുമോ? 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചിട്ടാണ് വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പൊ അത്രയും ഉറപ്പ് ബലം കാണിക്കാൻ വേണ്ടിയാണ്. 3-ാം ദിവസം ഗലീലിലെ കാനായി, വിശുദ്ധ നാട്ടിൽ 2 കരകൾ, ഒന്ന് യൂദയാ ദേശം, 2 ഗലീലി പ്രദേശം. 2 പ്രദേശത്തുമുണ്ട് ഒരു കാന. അതുകൊണ്ട് എടുത്തു പറയുന്നു, യൂദയായിലെ കാനായിലല്ല, ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. നമ്മുടെ വിവാഹവും യഹൂദരുടെ വിവാഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒക്ടോബർ 10-ാം തീയതി ഒരു വിവാഹം എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 9-ന് വൈകിട്ട് ആൾക്കാർ വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. 10-ാം തീയതി പള്ളിയിൽ വരും, കർമ്മത്തിൽ പങ്കെടുക്കും, ഭക്ഷണം കഴിച്ച് പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് യാത്രയാവും. ചില ആൾക്കാർ പള്ളിയിൽ പോലും പോവുകയില്ല. പാരീഷ് ഹാളിൽ പട്ടി കശാപ്പ് കടയിൽ പോകുന്ന പോലെ തിന്നാൻ വേണ്ടി പോവും. അത് പട്ടിയുടെ സ്റ്റാൻഡേർഡാണ്, കത്തോലിക്കൻ്റെ സംസ്കാരമല്ല. യഹൂദർക്കിടയിൽ അങ്ങനെയല്ല. യഹൂദർക്കിടയിൽ ഒക്ടോബർ 10-ാം തീയതി വിവാഹം എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വിളിച്ച വീട്ടിൽ വിളിക്കപ്പെട്ടവർക്ക് കടന്നു ചെല്ലാം. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ് വീഞ്ഞ്. വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാനില്ലേ വീട്ടുകാർക്ക് നാണക്കേട്. കാരണം യഹൂദ പാരമ്പര്യത്തിൽ വീഞ്ഞില്ലാത്ത കുടുംബം ദൈവാനുഗ്രഹമില്ലാത്ത കുടുംബമാണ്. അതാണ് വീഞ്ഞ് തീർന്നോ ദൈവാനുഗ്രഹം തീർന്നു. ഇത് കേട്ട് ഏതെങ്കിലും കുടിക്കുന്ന കെട്ടിയവന്മാര് വീട്ടിൽ ചെന്ന് വൈകിട്ട് ഭാര്യയോട് പറയല്ല, ജോസഫ് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേടി, ബ്രാൻഡി ഇല്ലാത്ത വീട്, ദൈവാനുഗ്രഹം ഇല്ലാത്ത വീട്, കള്ളില്ലാത്ത വീട്, കൃപയില്ലാത്ത വീട്. ഇതല്ല യഹൂദ പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണ്. യഹൂദ പശ്ചാത്തലത്തിൽ ഈയിടെ ഒരു ചെറുപ്പക്കാരൻ കിങ്ഫിഷർ ബിയർ 5 കുപ്പി മേടിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചു. അമ്മ ചോദിച്ചു, നീ കുടിക്കാൻ തുടങ്ങി? അവനമ്മേ കുടിയല്ല പിന്നെ ഇന്ത്യയുടെ സ്വത്ത് കട്ടുകൊണ്ട് പോയ വിജയ മല്യയുടെ സ്വത്ത് ഞാൻ മരപ്പിക്കുകയാണ്, അതിനുവേണ്ടി ഇത് വെച്ചിരിക്കുന്നതാണ്. കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്, അതിന് നീതീകരണവുമുണ്ട്. ഇവിടെ യഹൂദർക്കിടയിൽ വീഞ്ഞു തീർന്നോ ദൈവാനുഗ്രഹമില്ല. അവിടെയാണ് അപ്പം ഒരാഴ്ചക്കാലം പലരും കയറി ഇറങ്ങി ഉള്ള വീഞ്ഞ് കുടിച്ചു തീർത്തു. അവരുടെ രീതി, ക്ഷണിക്കപ്പെട്ടവർ വീട്ടിൽ ചെല്ലുക, കരിക്കറ്റം തിന്നാൻ കൊടുക്കും, മൂക്കറ്റം കുടിക്കാൻ കൊടുക്കും, എന്നിട്ട് ക്ഷണക്കത്തും കൊടുക്കും. ക്ഷണക്കത്തെടുത്ത് കാവൽക്കാരൻ്റെ കൊടുക്കുക. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ച് വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് പുതയ്ക്കാൻ കൊടുക്കും. അതും പുതച്ചുകൊണ്ട് കയറിയാൽ കരിത്തറ്റ് തിന്നാം, മൂക്കറ്റം കുടിക്കാം. ആ കോട്ടിൻ്റെ പേരാണ് വിവാഹ വസ്ത്രം. ബൈബിളിൽ ആദ്യപണ്ടാരമായ മനുഷ്യൻ കത്തെടുക്കാനും മറന്നുപോയി, കോട്ടിടാനും മറന്നുപോയി. ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെ കല്യാണപ്പന്തലിലേക്ക് ഇടിച്ചു കയറി.
ചെവിക്ക് പിടിച്ചു തൂക്കി പുറത്തേക്ക് വിട്ടു. മിനിമം ഒരുക്കമില്ല, വിവാഹ വസ്ത്രം പുതച്ചില്ല. ഇവർ എന്നിട്ട് പോരാനത്ത് കോട്ട് ഊരി കൊടുക്കുക. കോട്ട് ഊരി കൊടുത്തിട്ട് കത്ത് മേടിച്ച് പോക്കറ്റിലിടുക. വീട്ടിൽ വന്നിരുന്ന് ഉറങ്ങുക. നാളെ രാവിലെ എഴുന്നേൽക്കുക, കത്ത് കൊണ്ടു കൊടുക്കുക, കോട്ടിടുക, പിന്നെയും തിന്നുക. 7 ദിവസക്കാലം യഹൂദർക്ക് ഇന്നും ഇസ്രായേലിൽ അനുവദിക്കപ്പെട്ട ആചാര്യ അനുഷ്ഠാനത്തിൻ്റെ പരിശുദ്ധ പാരമ്പര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ കർത്താവായ യേശു വരും. യേശു വന്നപ്പോൾ യേശു മാത്രമല്ല, വിളിക്കാത്ത കുറേ പേര് യേശുവിനെ കാണാൻ വേണ്ടി വന്നു. നമ്മൾ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ശരവണഭവൻ, ഉടുപ്പി ഹോട്ടൽ അവിടെയൊക്കെ കയറി ഭക്ഷണത്തിന് ഓർഡർ കൊടുക്കും. ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ്റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ, ഈ ഐറ്റങ്ങളൊക്കെ. പക്ഷേ ഒരു വയ്യാവേലി ഒരു നാണമില്ലാതെ പ്ലേറ്റിൽ കയറി വന്ന് കുത്തിയിരിക്കും. തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട. മര്യാദ ഉള്ളതുകൊണ്ട് അവൻ്റെ മോന്തയ്ക്കിട്ട് എറിയല്ല, നമ്മൾ തിന്നിട്ട് പോരും. കാനായിലെ വീട്ടിൽ വിളിക്കാത്ത ഉഴുന്നുവടകൾ ഉരുണ്ടു വന്നു. ഇത്രയും പേര് വന്നപ്പോൾ വീട്ടുകാർക്ക് നാണക്കേട്. ആ സമയം അമ്മ പ്രാർത്ഥിച്ചു, മോനെ വീഞ്ഞില്ല. അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നവളും ഓർമ്മിപ്പിക്കുന്നവളുമാണ്. എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ? മനുഷ്യ, അരി തീർന്നു കേട്ടോ, വെളിച്ചെണ്ണ ഇല്ല കേട്ടോ, മോളെ കെട്ടിക്കാറായി കേട്ടോ. അമ്മ എപ്പോഴും ഓർപ്പിക്കും. കാനായിൽ അമ്മ ഓർപ്പിച്ചു, മോനെ വീഞ്ഞില്ല കേട്ടോ. ഉടനെ എന്ത് സംഭവിച്ചു? 2 3 അളവ് കൊള്ളുന്ന 6 ഭരണികൾ. 2 3 എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ 75 ലിറ്റർ. 75 ലിറ്റർ കൊള്ളുന്ന 6 ഭരണികൾ അത് കടുത്തോളം നിറയ്ക്കപ്പെട്ടു. ഇഷ്ടംപോലെ ബാക്കി വരുന്നത് പോലെയാണ്. യേശുവിൻ്റെ പുണ്യകരം നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വിടറി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുവന്നു കൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി അത് വാരിക്കോരി വിളമ്പിക്കൊടുത്തു എന്നാണ് പറയുക. ഇവിടെ കലവറക്കാരൻ പറയുന്ന വാക്കുണ്ട്, എല്ലാവരും മുന്തിയനും ആദ്യം വിളമ്പുന്നു, പൂസാകുമ്പം താഴ്ന്നു തരും. ഇനി നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. എല്ലാ ജീവിതാന്തസ്സിലും നല്ല വീഞ്ഞാണ് ആദ്യം വിളമ്പുക. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ പുത്തൻ അച്ഛന്മാർ കുർബാന അർപ്പിക്കുന്ന കണ്ടാൽ തോന്നും ഈ അച്ഛനായിരിക്കും വിശുദ്ധ കുർബാന സ്ഥാപിച്ചയാൾ. ചില അച്ഛന്മാരും മറ്റും ആദ്യകാലങ്ങളിൽ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ സമാധാനം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മാന്തി പോലെ. സമാധാനം നിങ്ങളോടുകൂടെ. വീര്യം പോയി, ലഹരി പോയി. ഏതോ ദാമ്പത്യത്തിലുമുണ്ട്, കുടുംബത്തിലുമുണ്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യ വർഷങ്ങളിൽ എന്തോ ഒരു സ്നേഹമാണ് ഉണ്ടാ പറയുക. 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടന്നു, കെട്ടിയവൻ കെട്ടിപ്പിടിച്ച് കേട്ടുകൊണ്ട് കിടന്നു. 2-ാം വർഷം കെട്ടിയവനും പറഞ്ഞുകൊണ്ട് കിടന്നു, ഭാര്യ കെട്ടിപ്പിടിച്ച് കേട്ടുകൊണ്ട് കിടന്നു. 3-ാം വർഷം രണ്ടുപേരും കെട്ടിപ്പിടിക്കാതെ പറഞ്ഞുകൊണ്ടിരുന്നു, നാട്ടുകാർ കേട്ടുകൊണ്ടിരുന്നു. വീര്യം പോയി, ലഹരി പോയി. അപ്പോൾ ആദ്യം പുതുവീഞ്ഞിൻ്റെ ലഹരി, കുറേ കഴിയുമ്പോൾ ലഹരി അങ്ങ് പോകുന്നു. ഇവിടെയാണ് കലവറക്കാരൻ പറയുക, നല്ല വീഞ്ഞ് അവസാനം വരെയും നീ സൂക്ഷിച്ചു വെച്ചല്ലോ. നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ എന്നും വീര്യം വേണോ? നിങ്ങളുടെ വീട്ടിൽ 2 പേര് വേണം. 1 ക്രിസ്തു നടുക്ക് നിൽക്കണം. 2 പരിശുദ്ധ അമ്മ വശത്ത് നിൽക്കണം. യേശു നടുക്ക് നിൽക്കണം, അമ്മ വശത്ത് നിൽക്കണം. ആ കുടുംബത്തിന് നല്ല വീര്യമുണ്ട്. ഞായറാഴ്ച കുർബാന, വേദപുസ്തക വായന, വാർഷിക ധ്യാനം ഇതൊക്കെ നമ്മൾ നടത്തുമ്പോൾ യേശു നടുക്ക് നിൽക്കും. ജപമാല, ഒക്ടോബറിലെ കൊന്ത നമസ്കാരം, മെയ് മാസ വണക്കം, വ്യക്തിപരമായ കൊന്ത ഇതൊക്കെ ചെല്ലുമ്പം അമ്മ വശത്ത് നിൽക്കും, യേശു നടുക്ക് നിൽക്കും. ആ കുടുംബത്തിനെന്നും വീര്യമുണ്ട്, ലഹരിയുണ്ട്. പുതുവീഞ്ഞിൽ ലഹരിയുണ്ട്, ഇല്ലെങ്കിൽ മാറിപ്പോകുന്നു. നമ്മൾ കാണുന്നു മുന്തിയനം അവസാനം വരെ. യഹൂദർക്കൊരു പാരമ്പര്യമുണ്ട്. ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെങ്കൊച്ചാണെങ്കിൽ അവൾ ഉണ്ടാകുന്ന അന്ന് അപ്പനും അമ്മയും കൂടി 1 ഭരണി വീഞ്ഞ് അവിടെ ഓർമ്മയ്ക്കായി എടുത്തു വെക്കണം. ഒന്നേ കട്ടിക്കീഴ്, അല്ലെ പത്താഴത്തിൽ, അല്ലെ തട്ടും പുറത്ത്. കാശ് കുറവാണോ? ചെറിയ ഭരണി. കാശ് കൂടുതലുണ്ടോ? മുഴുത്ത ഭരണി. ഒത്തിരി ഉണ്ടോ? വലിയ ഭരണി. ഓരോ ജന്മദിനത്തിലും ഓരോ ഭരണി വീഞ്ഞ് കുഞ്ഞിന് വേണ്ടി അമ്മയപ്പനും കരുതി വെക്കും. യഹൂദപ്പൻ്റെ കല്യാണം നടക്കുന്നത് 13-ാം വയസ്സിലാണ്. 13 വയസ്സാകുമ്പോൾ മോൾക്ക് വേണ്ടി അപ്പനും അമ്മയും കരുതിയ 13 ഭരണി വീഞ്ഞുണ്ട്. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വിളമ്പുന്നത് ഏറ്റവും പഴക്കമുള്ള 1-ാം ജന്മദിനത്തിലെ 13 വർഷം പഴക്കമുള്ള വീഞ്ഞാണ്. അതിന് വിളിക്കുന്ന വാക്കാണ് മുന്തിയ ഇനം. അത് തീർന്നു പോയോ പെണ്ണു വീട്ടുകാർക്ക് നാണക്കേടാണ്. കർത്താവ് പച്ചവെള്ളത്തെ ആശീർവദിച്ചപ്പോൾ 13 വർഷം പഴക്കമുള്ള വീഞ്ഞിനേക്കാൾ ലഹരിയുള്ളതായി മാറി ഈ പച്ചവെള്ളത്തിൻ്റെ ഭരണി.
ദാമ്പത്യ ജീവിതത്തിലെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരിക്കലും വീര്യം പോവുകയല്ല. കർത്താവായ യേശു ആശീർവദിച്ചാൽ 50 വർഷം മുമ്പത്തെ കല്യാണത്തിൻ്റെ ലഹരി 50-ാം വാർഷികത്തിലും അതുപോലെ ഉണ്ടാകും. കണ്ടിട്ടില്ലേ എത്ര പ്രായമായിട്ടും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ദമ്പതിമാരെ? ഒരു വലിയ ഹോട്ടൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ 75 വയസ്സുള്ള ഒരു അങ്കിളും 70കാരി ആൻറ്റിയും കൂടെ ഒരു പൊതി ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിക്കുന്നു. ആദ്യം ഇയാൾ കഴിക്കും, എന്നിട്ട് നീട്ടി വെക്കും. ഭാര്യ കഴിക്കും, അങ്ങോട്ട് തള്ളി വെക്കും. വീണ്ടും ഇയാൾ കഴിക്കും, ഇങ്ങോട്ട് ഉന്തി വെക്കും. ഇത് കണ്ട് ആൾക്കാർക്ക് സങ്കടം. അവർക്ക് തോന്നി കാശില്ലാത്ത ഒരു അങ്കിളും ആൻറ്റിയും. ഒരുത്തൻ പറഞ്ഞു, എൻ്റെ വക ഒരു പൊതി ചിക്കൻ ബിരിയാണി ഞാൻ സമ്മാനം മേടിച്ച് തരും. അവർ ഞങ്ങൾക്ക് വേണ്ട, അവർ തരും. പിന്നെയും അവർ കഴിക്കുക. കുറച്ച് കഴിഞ്ഞ് വ്യക്തം പറഞ്ഞു, തന്നിട്ടേ ഉള്ളൂ, മട്ടൻ ബിരിയാണി തന്നെ തന്നേക്കാമെന്ന് പറഞ്ഞു. ഉടനെ അവർ വേണ്ടെന്നല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങോട്ട് കഴിക്കുന്നു ഇങ്ങോട്ട് കഴിക്കുന്നു. പിന്നെ അവർ അല്ലല്ല, ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. എന്താ ഷെയർ ചെയ്യുന്നത്? പല്ല്. ഞങ്ങൾ പല്ല് ഷെയർ ചെയ്യുക. ആദ്യം അപ്പം കഴിക്കും, പിന്നെ പെമ്പർനോത്തിക്ക് കൊടുക്കും. അവൾ ചവയ്ക്കും, ഇവൻ ചവയ്ക്കും. ഏത് വയസ്സായാലും 80-ാം വയസ്സിലും 90-ാം വയസ്സിലും ക്രിസ്തു നടുക്കുണ്ടോ അമ്മ വശത്തുണ്ടോ ആ വീട്ടിൽ ലഹരി. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 6-ാം മാസം തന്നെ ഡൈവോഴ്സ്, മാറിപ്പാം, ഇപ്പം പാം, ഉടക്കും, ബഹളം, കുടുംബ കോടതി അതിലേക്ക് കിടക്കും. ഇപ്പോൾ ക്രിസ്തു നടുക്കും, അമ്മ വശത്ത് നിൽക്കുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കുക, ലഹരിയുള്ള ജീവിതമാണ്. SH മോട്ടിൽ ചവിട്ടുവരിയിൽ ആശ്രമത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ 1-ാം നിലയിൽ മുറിയിലിരിക്കുമ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ കയറി വരുന്ന ശബ്ദം. ഞാൻ നോക്കുമ്പോൾ ഒരു ബുള്ളറ്റ് ഒരുത്തിന് ഓടിച്ചുകൊണ്ട് വരുന്നു. അവൻ്റെ ഭാര്യ അവൻ്റെ പുറകിൽ അവൻ്റെ അരയ്ക്ക് ചുറ്റും വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുന്നു. കെട്ടിപ്പിടുത്തമെന്ന് പറഞ്ഞാൽ ഒരു മിനിമം പിടുത്തമല്ല, ഏതോ പാറ്റ തേങ്ങാമുറിയെ പറ്റിയിരിക്കുന്ന പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. എൻ്റെ മുറിയുടെ വാതിൽക്കൊന്ന് കോളിങ്ങുമല്ലടിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നാ? അവൾ ചോദിച്ചു, ജോസഫച്ചൻ എന്നാ ഉണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, കത്തോലിക്ക അച്ഛന്മാർക്ക് എന്നാ വിശേഷം? സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം. ദമ്പതിമാർക്കല്ലേ വിശേഷം, നിങ്ങൾക്ക് എന്നാണ് വിശേഷം? അങ്ങനെയൊന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണെന്ന് അച്ഛന് പിടികിട്ടി. അതെന്താ? ഇത്രയും സ്നേഹമില്ലെങ്കിൽ ഇതുപോലെ പുറകിൽ അരകി ചുറ്റും വട്ടം കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? അവൾ പറഞ്ഞ, അച്ഛാ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇത് ഞാൻ എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ അല്പം അകന്നിരുന്നാൽ വണ്ടി കയറ്റം കയറി പോകുമ്പോൾ ഇയാളിനെ കുലുക്കി താഴെ ഇടും. വീഴുകയാണെ ഇയാളെ കൊണ്ടേ വീഴുള്ളൂ, അതിനുവേണ്ടി പിടിച്ചിരിക്കുന്നതാണ്. ആദ്യം ലഹരിയിൽ ആരംഭിച്ചു, പിന്നെ പ്രശ്നം. കഴിഞ്ഞ വർഷത്തെ 50 നോയമ്പിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. വെള്ളിയാഴ്ച 4 മണിക്ക് ഒരു സുഹൃത്തിന് വേണ്ടി ചായ കുടിക്കാൻ പോയി. 4:30 തിരിച്ചു പോരുമ്പോൾ 5-ന് കുരിശിൻ്റെ വഴി. അത് കഴിഞ്ഞാണ് എൻ്റെ ധ്യാനപ്രസംഗം. ഞാൻ നോക്കുമ്പം 60 വയസ്സുള്ള ഒരു സ്ത്രീ വീർത്ത മുഖവുമായിട്ട് മുമ്പിൽ, കുറേ പുറകിൽ 65കാരൻ കെട്ടിയവൻ വീർപ്പിച്ച മുഖവുമായിട്ട്. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോയമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. കുരിശ് മുമ്പിലും പോന്നു, കുരിശിൻ്റെ വഴിക്ക് ചേട്ടനും പോന്നു. നന്നായി ആരംഭിച്ച് പിന്നീട് മരവിച്ച് തണുത്തു പോകുന്ന ജീവിതങ്ങൾ. അതിന് വീര്യം വേണോ? യേശു നടുക്ക് വേണം, അമ്മ വശത്ത് വേണം.